ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ റിലീസുകളാണ്. സെപ്റ്റംബർ മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. 23ഓളം റിലീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയയിൽ ഒരു ഗിവ് അവേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാൾക്ക് ഗോട്ട് എന്ന സിനിമയുടെ ഒരു ടിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏറ്റവും പുതിയതായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ASR ടിക്കറ്റ് മൂവീസ് എന്ന് പറഞ്ഞ് 10 ASR ടിക്കറ്റ് മൂവീസ് ഏതൊക്കെയാണെന്നുള്ളൊരു പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലൂടെയാണ് ഗിവ് അവേയുടെ വിന്നറെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത് ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അർജുൻ കപൂറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ദ ലേഡി കില്ലർ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മുതൽ യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ദ ഫാൾ ഗേ എന്ന് പറഞ്ഞ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്നത് ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സത്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. വാസ്കോഡ ഗാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തമിഴ് ഡബ്ഡ് വേർഷനാണ്. അതായത് മലയാള സിനിമയുടെ ഒരു തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഇരുൾ എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ ദർശന രാജേന്ദ്രനും സൗബിൻ ശങ്കറും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഇരുൾ എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമയുടെ തമിഴ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ഉണ്ട്. സിംബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നേരത്തെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത, ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്തിരുന്ന ഹിന്ദി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കിൽ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഈ സിനിമ Disney+ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ് നമ്മുടെ ദിലീപാട്ടിൻ്റെ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സൗത്തിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്. ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കോൾ മീ ബേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അനന്യ പാണ്ഡെ അതുപോലെ തന്നെ വരുൺ ധവാനൊക്കെ പ്രധാന വേഷം കൈകാര്യം സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഫൈറ്റ് നൈറ്റ് ദ $1,000,000 ഹേസ്റ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇമാക്കുലേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. ഇൻ ദ ലാൻഡ് ഓഫ് സെയിൻസ് ആൻഡ് സിന്നേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. റബൽ റിഡ്ജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. സോ മറ്റു ഭാഷയിൽ അവൈലബിൾ ആണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടും ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. തനാവ് എന്ന് പറയുന്ന സീരീസിന്റെ 2ാമത്തെ സീസണാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്. ദ ചാപ്പൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിസ്ഫോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു സ്പാനിഷ് മൂവിയുടെ റീമേക്കാണ് ഈ ഒരു സിനിമ. ജിയോ സിനിമ വഴി ഇപ്പോൾ മുതൽ ഈ സിനിമ ഹിന്ദി ഭാഷ മാത്രമല്ല മലയാളമല്ല തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത തെലുങ്ക് സിനിമയാണ്. ഡബിൾ ഐസ്മാർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു നോർവേജിയൻ മൂവിയാണ്. ഗോൾഡ് റൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നോർവേജിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിന്റെ ഒരു വീഡിയോ ചാനൽ
ചാനലാണ് ഈ ഒരു സിനിമ ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത്, VR OTT പ്ലാറ്റ്ഫോം എന്നുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഡ്രെഡ്ഫുൾ ചാപ്റ്റേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആമസോൺ പ്രൈമിലല്ല സോറി, ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഏജന്റ് റക്കൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു അക്ഷയപാത്രപ്പെടുന്ന സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ഡ്രാഗൺ പേൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച, അതായത് സെപ്റ്റംബർ മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. 23 റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ റിലീസുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഒക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി അടുത്ത ആഴ്ചകൾ, അതായത് ഓണം സ്പെഷ്യലായിട്ടും കാര്യങ്ങളൊക്കെ തിയേറ്റർ റിലീസോ അല്ലെ OTT റിലീസോ ഒക്കെ ചെയ്യുന്ന സിനിമകളുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.